ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണേ. ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. രാവിലേക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കിയെടുത്ത് മടുത്ത് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നല്ല സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പി ആട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കില്ല കേട്ടോ. നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്കിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ചെറിയൊരു മസാല റെഡിയാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്കിതൊരു പാനിലേക്ക് 2 ടീസ്പൂണോളം ഓയിൽ വെച്ചെടുക്കാം. ഓയിൽ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു പേസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒന്ന് കളറൊന്ന് മാറി ഒന്ന് സ്മെല്ലൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസുള്ള 3 സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പം വലുതാണെങ്കിൽ 2 മതിയാവും, ചെറുതാണെങ്കിൽ മീഡിയം സൈസുള്ളതാണെങ്കിൽ കേട്ടോ 3 എണ്ണം വേണ്ടുള്ളൂ. അപ്പോൾ അതും കൂടി നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സവാള ഒന്ന് കളറൊന്ന് മാറി തുടങ്ങിയാൽ മതി, വയന്ന് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ഒന്ന് വഴറ്റിയെടുക്കുക, കളർ ഒന്ന് മാറി കിട്ടിയാൽ മാത്രം മതിയാവും. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് കളറൊന്ന് മാറി കിട്ടാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മളെ സവാള പെട്ടെന്ന് അങ്ങ് വയന്ന് കളറൊന്ന് മാറി കിട്ടിക്കോളൂ കേട്ടോ. ഒരുപാട് വഴറ്റിയെടുത്തിട്ട് വാടി കൊഴിഞ്ഞ് പോകണ്ട, കളറൊന്നും മാറ്റിയെടുക്കണ്ട കേട്ടോ. ഒന്ന് വയന്ന് വന്നാൽ മാത്രം മതിയാവും. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാള ഇതുപോലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നല്ല വലിപ്പമുള്ള ഒരു തക്കാളി എടുത്തിട്ട്, നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരു തക്കാളി എടുത്തിട്ട് അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മൾ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് കേട്ടോ ചേർക്കേണ്ടത്. 1-2 പച്ചമുളക് കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി ഇനി ഒന്ന് ഉടഞ്ഞ് കിട്ടണം. നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് തക്കാളി ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ഉടഞ്ഞ് വരട്ടെ, ആ ഒരു സമയം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വയന്ന് ഉടഞ്ഞ് ഈ ഒരു പാകത്തിന് ആയിട്ട് കിട്ടുന്നിട്ട് ആ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂണോളം തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നമ്മൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു മസാലയുടെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ആ ഒരു കളറും സ്മെല്ലൊക്കെ അങ്ങ് മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം കറിവേപ്പില മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല, മല്ലിയില മാത്രം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കയ്യിൽ രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ അപ്പോൾ നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു പണിയും കൂടി ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് തേങ്ങ എടുക്കേണ്ട, 1/4 കപ്പ് മതിയാവും. നമ്മൾ 1 കപ്പ് അരിപ്പൊടിയായിട്ട് എടുക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ 1/4 കപ്പ് തേങ്ങ മതിയാവും. ഇനി നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയൊരു പീസ് മതിയാവും. നമ്മൾ കുഞ്ഞുള്ളി എടുക്കുന്നുണ്ടെങ്കിൽ 1-2 എടുത്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സവാള ആണെങ്കിൽ ഇതുപോലെ ചെറിയൊരു പീസ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിത് ആ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതിലേക്ക് നമുക്കിതാ 1 കപ്പോളം അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ പത്തിരി, അരി റൊട്ടി അങ്ങനത്തെ ഉണ്ടാക്കിയെടുക്കുന്നില്ലേ, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പൊടിയാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളിതാ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് ചൂടുവെള്ളം നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചൂടുവെള്ളം കൂടി നമ്മളിതിലേക്ക് വീണ്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ 1 കപ്പ് അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ തേങ്ങയും ആ ഒരു സവാള ഉണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ല ചൂടുള്ള വെള്ളമായത് കൊണ്ട് നന്നായിട്ട് ചൂടുണ്ടാവട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അരിപ്പൊടിയുടെ അളവനുസരിച്ചിട്ടായിരിക്കും നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടാകും കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി കൂടുതൽ എടുക്കുന്നതാണെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവും കൂട്ടി കൊടുക്കാം കേട്ടോ. ചില അരിപ്പൊടിക്ക് ഒരുപാട് വെള്ളമൊക്കെ വേണ്ടി വരും, അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. അതിലേക്ക് നമ്മളിപ്പോൾ ആവശ്യമുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഒരു അരിമാവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ടൈറ്റാനും പാടില്ല, എന്നാൽ നല്ല ലൂസായിട്ട് കിട്ടാനും പാടില്ല കേട്ടോ. നമ്മളെടുക്കുന്ന അരിപ്പൊടിയുടെ ആ ഒരു ഇതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ആ റെസിപ്പിയുടെ ടേസ്റ്റൊക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ അരിപ്പൊടിയുടെ അനുസരിച്ചിട്ട് വെള്ളമൊക്കെ കറക്റ്റ് ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു പാകത്തിനാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നമ്മൾ അരി റൊട്ടിയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിക്കാട്ടോ മാവ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലും ആക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഉരുട്ടിയെടുത്ത് ആ ഒരു മാവ് നമ്മൾ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല വെക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മസാലയിൽ ബീഫോ ചിക്കനോ ഫിഷോ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. ഇനി ഒന്നുമില്ലെങ്കിൽ ഇതുപോലെ ചെയ്താൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകാൻ നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ നമ്മളിത് ആ മസാലയും കൂടി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് നല്ല വലിപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ല മീഡിയം സൈസിലായിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ചെറുതായിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പം ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതുപോലെ തന്നെ അങ്ങ് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതാ നമ്മൾ ഇഡ്ഡലി ചെമ്പാട്ടം എടുത്തിട്ടുള്ളത് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് തുറന്ന് നോക്കിയിട്ട് കൈ വെച്ചൊന്ന് തൊട്ട് നോക്കാം. അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അപ്പോൾ അരിയുടെ മാവ് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ അതനുസരിച്ചിട്ടാട്ടോ ഇതിൻ്റെ വേവ് നോക്കാൻ. അപ്പം ചില അരിപ്പൊടിക്ക് നന്നായിട്ട് വേവ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ടൈമൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഞാനിപ്പോൾ ഒരു 15 മിനിറ്റ് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പം നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അരിയുണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ട് ഇത് കഴിക്കാൻ വേണ്ടി രാവിലേക്ക് നമുക്കൊന്ന് വെറൈറ്റി ആയിട്ടും പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയും കൂടി കേട്ടോ. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുക്കാനും പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക്